Welcome to all. Today we are going to discuss Elton Mayo's contribution to management thoughts. George Elton Mayo was an Australian management thinker. He was a professor of industrial research at Harvard University. He is regarded as the father of human relation approach. His studies have led to the development of behavioral approach to management. ജോർജ് എൽട്ടൺ മായോ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ മാനേജ്മെൻറ്റ് തിങ്കറിൻ്റെ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വി ഹാവ് ഓൾറെഡി സീൻ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ഓർ ഹിസ്റ്ററി ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ്. Management evolution can be classified into three stages, that is classical, neoclassical and modern period. Elton Mayo belongs to the neoclassical period. എൽട്ടൺ മായോ നിയോക്ലാസിക്കൽ പീരീഡിൽ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ അപ്രോച്ചാണ്. ഹെൻറി ഫയോളും FW ടൈലറിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ഔട്ട്പുട്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അവിടെ ഹ്യൂമൻ റിലേഷന് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഔട്ട്പുട്ട് മാക്സിമം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ടൈലർ അതുപോലെ തന്നെ ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രിൻസിപ്പിൾ പറയുന്നത് കൂടുതൽ ഔട്ട്പുട്ടിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ വേജസ്. ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എൽട്ടൺ മായോ എന്ന് പറയുന്നത് ഹി വാസ് ദ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. അദ്ദേഹത്തെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഓർ ഹ്യൂമൻ റിലേഷൻ സ്കൂളിൻ്റെ ഫാദറായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് എല്ലാം എംപ്ലോയീസിൻ്റെ ബിഹേവിയറും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സ്റ്റഡീസാണ് എൽട്ടൺ മായോ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിലേഷന് പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇവിടെ Elton Mayo conducted a series of experiments at Hawthorne plant of Western Electric Company at Chicago between 1927 and to 1932. അപ്പോൾ ചിക്കാഗോയിൽ ഒരു ഇലക്ട്രിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് എൽട്ടൺ മായോ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടത്തിയിരുന്നത്. അദ്ദേഹം വർക്ക് ചെയ്ത് ഹോത്രോൺ പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഹ്യൂമൻ്റെ ബിഹേവിയറിനെ കുറിച്ചും അവൻ്റെ വർക്ക് ബിഹേവിയറിനെ കുറിച്ചെല്ലാം സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഹി കണ്ടക്റ്റഡ് ദോസ് എക്സ്പെരിമെൻറ്റ്സ് ടു സ്റ്റഡി ദ ഇമ്പാക്റ്റ് ഓഫ് ഇലുമിനേഷൻ ആൻഡ് അതർ വർക്കിംഗ് കണ്ടീഷൻ ഓൺ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അത് ഇല്യൂമിനേഷനാക്കാം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുള്ളൂ, ഉൽപാദനക്ഷമത. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് എൽട്ടൺ മായോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പഠനത്തിനെ പറയുന്നത് ഹോത്തോൺ സ്റ്റഡീസ് എന്നാണ്. അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം കോമൺ ആയിട്ട് പറയുന്നത് ഹോത്തോൺ സ്റ്റഡീസ് എന്നാണ്. ഹി ഫൗണ്ട് ദാറ്റ് ഗ്രൂപ്പ്സ് കുഡ് അഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് വർക്ക്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറിനെ ഗ്രൂപ്പിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും അല്ലേ. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് മേ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് എ സിംഗിൾ പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ വർക്ക് പ്ലേസിൽ നമ്മളെപ്പോഴും ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത്, ലൈക്ക് ഗ്രൂപ്പിലുള്ള എല്ലാവരും ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ വ്യക്തിയും വർക്ക് പ്ലേസിൽ ബിഹേവ് ചെയ്യുന്നത്.
അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആണ് ഹോത്രോൺ സ്റ്റഡീസിൽ പറയുന്നത്. അപ്പോൾ ഹോത്രോൺ സ്റ്റഡീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് റെസ്റ്റ് റൂം സ്റ്റഡീസ്, ഇൻ്റർവ്യൂയിങ് സ്റ്റഡീസ്, ഒബ്സർവേഷൻ സ്റ്റഡീസ്. 3 പഠനങ്ങളാണ് മെയിനായിട്ട് എൽട്ടൺ മായോ നടത്തിയിട്ടുള്ളത്. റെസ്റ്റ് റൂം സ്റ്റഡീസ്, അതിൽ തന്നെ 2 സ്റ്റഡീസ് വരുന്നുണ്ട്. ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, റിലേ അസംബ്ലി, ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്, ആൻഡ് ഇൻ്റർവ്യൂയിങ് സ്റ്റഡീസ്, ഒബ്സർവേഷൻ സ്റ്റഡീസ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടാണ് എൽട്ടൺ മായോ മാനേജ്മെൻറ്റിലേക്കുള്ള പുതിയ കോൺസെപ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് റെസ്റ്റ് റൂം സ്റ്റഡീസാണ്. ഒരു പർട്ടിക്കുലർ റൂമിൽ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, ഇല്ലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റ് were performed to find out the effect of different levels of illumination, lighting on productivity of labor. Different level of lighting ലേബേഴ്സിന് ഓർ എംപ്ലോയീസിന് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ലൈറ്റിംഗ് കണ്ടീഷൻ, നല്ല പ്രകാശം ഉള്ള വർക്കിംഗ് പ്ലേസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. The brightness of the light was increased and decreased to find out the effect on the productivity of the test group. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ ടെസ്റ്റിംഗ് നടത്തുകയാണ്. അവർ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ ലൈറ്റ്, നല്ല ബ്രൈറ്റ് ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. അതിങ്ങനെ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് പല സിറ്റുവേഷനിൽ പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ല എങ്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിങ്ങനെ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്താൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻ്റാണ് ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ലൈറ്റിംഗ് കണ്ടീഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, ബ്രൈറ്റ്നസ്. അപ്പോൾ അവർക്ക് എത്രമാത്രം വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവരുടെ വർക്കിൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സർപ്രൈസിംഗ്ലി ദ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ് ഈവൻ വെൻ ദ ലെവൽ ഓഫ് ഇല്ലുമിനേഷൻ വാസ് ഡിക്രീസ്ഡ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എൽട്ടൺ മായോ കണ്ടെത്തിയത് ഈ ലൈറ്റിംഗ് കണ്ടീഷൻ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്തിട്ടും പ്രൊഡക്ടിവിറ്റിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ് ദ ഫാക്ടേഴ്സ് അതർ ദാൻ ലൈറ്റ് വെർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറല്ല ഇവരുടെ വർക്കിനെ ബാധിച്ചിട്ടുള്ളത്, മറ്റ് ഒരു ഘടകം ഇവരുടെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റിംഗ് കണ്ടീഷൻ ഒരിക്കലും വർക്കേഴ്സിൻ്റെ വർക്കിനെ ബാധിക്കുന്നില്ല. അവർ ലൈറ്റ് കൂടുതലുള്ള സിറ്റുവേഷനിലും ലൈറ്റ് ഡിമ്മായിട്ടുള്ള സിറ്റുവേഷനിലും അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് എൽട്ടൺ മായോ പറയുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനേക്കാളും ഉപരിയായിട്ട് മറ്റൊരു ഘടകം അവരെ വർക്ക് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൽട്ടൺ മായോ കണ്ടെത്തിയത്. ഓക്കെ, ദാറ്റ് ഈസ് ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്. ദ നെക്സ്റ്റ് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം സ്റ്റഡി. ഇതും ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ ഒരു പെർട്ടിക്കുലർ റൂമിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ടെസ്റ്റ് റൂം സ്റ്റഡി. Under this test, 2 small groups of 6 female telephone relay assemblers were selected. അപ്പോൾ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. അതിൽ 6 ഫീമെയിൽസിനെയാണ് 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. അതിൽ ഓരോ ഗ്രൂപ്പിലും 6 ഫീമെയിൽസ് ആണുള്ളത്. ഈച്ച് ഗ്രൂപ്പ് വാസ് കെപ്റ്റ് ഇൻ സെപ്പറേറ്റ് റൂം. അങ്ങനെ ഈ 6 പേരടങ്ങുന്ന 2 ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെയും സെപ്പറേറ്റ് റൂമിലേക്ക് നമ്മൾ അലോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഫ്രം ടൈം ടു ടൈം ചേഞ്ചസ് വർ മെയ്ഡ് ഇൻ വർക്കിംഗ് അവേഴ്സ്. അതിനുശേഷം അവരുടെ വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റ് പീരീഡ്സ്, അവർക്ക് റെസ്റ്റിംഗ് ടൈം മാറ്റുന്നു, ലഞ്ച് ബ്രേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഇപ്പോൾ 10 മണി മുതൽ 5 മണി വരെയാണെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ്. അതിൽ ചിലപ്പോൾ അടുത്ത ദിവസം അത് 8 മണി മുതൽ 4 മണി വരെയാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ലഞ്ച് ബ്രേക്ക് 12:30 എന്നുള്ളത് 1:30 ആക്കുന്നു. ദെൻ അങ്ങനെ ഓരോ കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ചേഞ്ചസ് വർ മെയ്ഡ് ഇൻ വർക്കിംഗ് അവേഴ്സ്, റെസ്റ്റ് പീരീഡ്സ്, ലഞ്ച് ബ്രേക്ക് എക്സെട്ര. ദേ വർ അലൗഡ് ടു ചൂസ് ദെയർ ഓൺ റെസ്റ്റ് പീരീഡ്സ് ആൻഡ് ടു ഗിവ് സജഷൻ. അതുപോലെ തന്നെ അവർക്ക് എപ്പോൾ റെസ്റ്റ് ടൈം വേണമെന്ന് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അവരുടെ സജഷൻസ് ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഏത് സമയത്ത് റെസ്റ്റ് ടൈം വേണം എന്നുള്ളതൊക്കെ അവരിൽ നിന്ന് അന്വേഷിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഔട്ട്പുട്ട് ഇൻക്രീസ്ഡ് ഇൻ ബോത്ത് ദ കൺട്രോൾ റൂംസ്. പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് മാറ്റിക്കൊണ്ടിരുന്നു. വർക്ക് ചെയ്യുന്ന ടൈം, അവരുടെ ലഞ്ച് ബ്രേക്ക്, റെസ്റ്റ് പീരീഡ്സ് ഒക്കെ മാറ്റിക്കൊണ്ടിരുന്നു. എന്നിട്ടും 2 റൂമിലുള്ള വർക്കേഴ്സിൻ്റെയും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. It was concluded that social relationship among workers, participation in decision making, etc. had a great effect on productivity rather than വർക്കിംഗ് കണ്ടീഷൻ. ഇവിടെ ഈ എക്സ്പെരിമെൻറ്റിൽ എൽട്ടൺ മായോ കണ്ടെത്തിയിട്ടുള്ളത് വർക്കിംഗ് കണ്ടീഷൻ നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നാലും വർക്കേഴ്സിൻ്റെ റിലേഷൻഷിപ്പും അവരുടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ടുള്ള കഴിവും അതൊക്കെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഘടകങ്ങളാണ്. അല്ലാതെ വർക്കിംഗ് കണ്ടീഷൻ ഏത് തരത്തിൽ മാറ്റിയാലും എംപ്ലോയീസിൻ്റെ ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നില്ല, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഘടകങ്ങൾ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എമംഗ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് അവരെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അല്ലാതെ വർക്കിംഗ് കണ്ടീഷൻ നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നാൽ അതൊന്നും അവരെ ബാധിക്കുന്നതല്ല എന്നാണ് ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം സ്റ്റഡി. ദ നെക്സ്റ്റ് ഇൻ്റർവ്യൂയിങ് സ്റ്റഡി. ഇനി ഇൻ്റർവ്യൂ, ഡയറക്റ്റായിട്ട് എംപ്ലോയീസുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. തൗസൻഡ്സ് ഓഫ് വർക്കേഴ്സ് വർ ഇൻ്റർവ്യൂഡ് ഓവർ എ പീരീഡ് ഓഫ് 3 years ടു ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ സുപ്പീരിയേഴ്സ് ജോബ് ആൻഡ് ജോബ് കണ്ടീഷൻ. ഇവിടെ എൽട്ടൺ മായോ ചെയ്തത് ആയിരക്കണക്കിന് വർക്കേഴ്സിന് ഇൻ്റർവ്യൂ നടത്തി എന്ന് പറഞ്ഞാൽ അവർ 3 വർഷം കൊണ്ടാണ് ഈ ഇൻ്റർവ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ സുപ്പീരിയറിനെ കുറിച്ചും ജോബിനെ കുറിച്ചും ജോബ് കണ്ടീഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഇൻ്റർവ്യൂ വഴി എൽട്ടൺ മായോ കളക്ട് ചെയ്തു. ദീസ് സ്റ്റഡീസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇതിൽ നിന്ന് എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ സുപ്പീരിയറിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോബ് കണ്ടീഷൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് തന്നെയാണെങ്കിലും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. It was concluded that the productivity can be increased if workers are allowed to talk freely about matters that are important to them. അപ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വർക്കേഴ്സിന് ഫ്രീ ആയിട്ട് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാനും അല്ലെങ്കിൽ നല്ല ജോബ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലൊക്കെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തുറന്ന് പറയാൻ സാധിക്കുകയാണെങ്കിൽ വർക്കേഴ്സിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഇൻ്റർവ്യൂയിങ് സ്റ്റഡിയിലൂടെ എൽട്ടൺ മായോ കണ്ടെത്തിയിട്ടുള്ളത്. ദ നെക്സ്റ്റ് ഒബ്സർവേഷൻ സ്റ്റഡീസ്, ദാറ്റ് ഈസ് ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ വയറിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ വയറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ്, ഒബ്സർവേഷനാണ്, നിരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. A group of 14 male workers in the bank wiring room were placed under observation for 6 months. അപ്പോൾ ഒരു 14 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ, മെയിൽ വർക്കേഴ്സിനെ ബാങ്ക് വയറിംഗ് റൂം 6 മാസം നിരീക്ഷണം നടത്തി ഇവരുടെ വർക്കിന്.
14 മെയിൽ വർക്കേഴ്സിനെ 6 മാസം അവരുടെ വർക്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഒബ്സർവേഷൻ നടത്തി. എ വർക്കേഴ്സ് പേ ഡിപ്പെൻഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ ഗ്രൂപ്പ് ആസ് എ ഹോൾ. ഇതിൽ ഇവർ 14 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു വർക്കറിൻ്റെ സാലറി ഓർ വേജസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. The researchers thought that the efficient workers would put pressure on the less efficient workers to complete the work. അപ്പോൾ ഈ 14 പേരിലും എല്ലാവരും ഒരേപോലെ കാര്യക്ഷമത ഉള്ളവരാകണമെന്നില്ല. അതിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കർ ആയിരിക്കും. പക്ഷേ ഇവർക്കെല്ലാം വേജസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ത് ചെയ്യും? കാര്യക്ഷമത കുറഞ്ഞ വർക്കേഴ്സിനെ കമ്പൽ ചെയ്യും. ആ കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വേജസ് കിട്ടുകയുള്ളൂ എന്ന് ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ പ്രഷറൈസ് ചെയ്യും. However, it was found that the group established its own standard of output. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് തന്നെ അവരുടെ വർക്ക് ഇന്ന് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഗ്രൂപ്പ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും എഫിഷ്യൻ്റ് ആയിട്ടുള്ളവരും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളവരും എല്ലാവരും ഒരേ സമയത്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഗ്രൂപ്പ് പറയുന്നത്. ആൻഡ് സോഷ്യൽ പ്രഷർ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പ്രഷറൈസ് ചെയ്യും, കറക്റ്റ് ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ദ സോഷ്യൽ പ്രഷർ വാസ് യൂസ്ഡ് ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട്. അങ്ങനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഈ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സും കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് വ്യക്തികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ സ്റ്റഡി 6 മാസമാണ് ഒബ്സർവേഷൻ നടത്തിയത്. ഈ 14 മെയിൽ വർക്കേഴ്സിനെ ബാങ്ക് വയറിംഗ് റൂമിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ 6 മാസം ഒബ്സർവ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതുമാത്രമല്ല, ഈ ഇതിൽ പറയുന്നത് ഇവരുടെ വേജസ് ഓർ സാലറി എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ മെമ്പേഴ്സും നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള സാലറി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നിർബന്ധിക്കും, പ്രഷറൈസ് ചെയ്യും വർക്ക് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൻ്റെ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദീസ് ആർ ഒബ്സർവേഷൻ സ്റ്റഡീസ്. Okay, these are the Hawthorne experiment conducted by George Elton Mayo. I hope all you understood this topic very well. Thank you.